നമസ്കാരം. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് സുബി സുരേഷ്. പുരുഷന്മാർ അരങ്ങുവാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നടിക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി. പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാവുകയായിരുന്നു. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിപ്പാട്ടം എന്ന പരിപാടിയിൽ സുബി ആയിരുന്നു അവതാരികയായി എത്തിയത്. സുബി സുരേഷിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സുബിയെ സ്നേഹിക്കുന്നവരും. 42-കാരിയായ സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. ടിനി ടോം സുബിയുടെ മരണവാർത്ത പുറത്തുവിട്ടപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അത്രത്തോളം ഇഷ്ടമായിരുന്നു സുബിയെ. തന്റെ വിഷമങ്ങളൊന്നും സുബി ആരെയും അറിയിച്ചിരുന്നില്ല. ആരാധകരെയും സഹപ്രവർത്തകരെയും പോലും ഞെട്ടിച്ചുകൊണ്ടാണ് നടി സുബി സുരേഷിന്റെ വിയോഗ വാർത്ത പുറത്തുവരുന്നത്. അവസാന നാളുകളിൽ പോലും പ്രോഗ്രാമുകളിൽ സജീവമായിരുന്ന സുബിക്ക് എന്തുപറ്റിയെന്നോർത്ത് എല്ലാവരും ഞെട്ടിയിരുന്നു. 42-കാരിയായ സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിലായിരിക്കെ അപ്രതീക്ഷിത വിയോഗമായിരുന്നു സുബി സുരേഷിന് സംഭവിച്ചത്. രോഗം വൃക്കകളെ ബാധിച്ചിരുന്നു. കരൾ മാറ്റിവെക്കൽ ആശുപത്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ബോർഡ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത്. സുബിയുടെ മരണത്തിന് പിന്നാലെ സുബിയുടെ അമ്മയെ പോലെ ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയുണ്ട്. സുബിയുടെ ഭാവി വരനായിരുന്ന രാഹുൽ. അദ്ദേഹം സുബിയെ അവസാനമായി കാണാനെത്തിയ നിമിഷം ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. ഇപ്പോഴത്തെ സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ. സുബിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കൂട്ടിച്ചേർത്തൊരു വീഡിയോയാണ് രാഹുൽ പോസ്റ്റ് ചെയ്തത്. എന്റെ ജീവിതാഭിലാഷം എല്ലാം പങ്കുവെക്കുവാനായി എന്ന് തുടങ്ങുന്ന പാട്ടും രാഹുൽ ഇതിനൊപ്പം കൊടുത്തിരിക്കുകയാണ്. മരിക്കുന്നതിന് കുറച്ചു മുമ്പായിരുന്നു തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പുറകെ കൂടിയിട്ടുണ്ടെന്ന് സുബി സുരേഷ് വെളിപ്പെടുത്തുന്നത്. താലി വരെ വാങ്ങിയിട്ട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് രാഹുൽ പുറകെ നടക്കുകയാണെന്നാണ് തമാശ രൂപേണ സുബി പറഞ്ഞത്. തനിക്ക് സുബിയെ ഇഷ്ടമാണെന്ന് രാഹുലും സമ്മതിച്ചു. അങ്ങനെ സുബിയും രാഹുലും വൈകാതെ വിവാഹിതരായേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുന്നതിനിടെയാണ് അസുഖബാധിതയായി സുബി ആശുപത്രിയിലാവുന്നത്. ഇക്കാര്യം പുറലോകം അറിഞ്ഞതുപോലുമില്ല. നേരത്തെ കരരോഗമുണ്ടായിരുന്ന സുബിക്ക് മഞ്ഞപ്പിത്തം കൂടി ബാധിച്ചതോടെ സ്ഥിതി വളരെ മോശമാവുകയായിരുന്നു. കലാഭവനിൽ പരിപാടികളൊക്കെ ചെയ്ത് സ്റ്റേജ് പരിപാടികളുമായി തിരക്കുകളിലാണ് രാഹുൽ. വിവാഹം കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് സുബിയെ കണ്ടപ്പോഴാണ്. ഇപ്പോൾ ഇവൾ ഇല്ല. ഇനി അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. സുബിയുടെ ഓർമ്മകളുമായി കഴിയുകയാണ് രാഹുൽ. സുഹൃത്തുക്കളും വീട്ടുകാരും മാത്രമാണ് ഇപ്പോൾ രാഹുലിനുള്ളത്. ഒപ്പം സുബിയുടെ അമ്മയുടെ കാര്യങ്ങൾ തിരക്കാറുണ്ട്. ഞങ്ങളൊരു കാനഡ ട്രിപ്പിൽ വെച്ചാണ് ഇഷ്ടത്തിലാവുന്നത്. സുബി അമ്മയെ വിളിച്ചു പറഞ്ഞു. എന്നാൽ പിന്നെ വൈകിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞു. സുബി എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലായി അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നു. മകൾ പോയെങ്കിലും ഒരു മോനെ കിട്ടിയെന്ന് അവർ പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെയാണ്. അവർ അനുവദിച്ചാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് നോക്കണമെന്നുണ്ട്. തമാശയ്ക്കപ്പുറത്ത് സുബി ആത്മവിശ്വാസമുള്ളയാളായിരുന്നു. സ്വന്തം കുടുംബത്തെ നോക്കിയതിന്റെ ധൈര്യവും ആർജവും എപ്പോഴും മുഖത്തുണ്ടായിരുന്നു. എന്റെ കുടുംബം ഞാൻ നോക്കും, മറ്റാരെയും നോക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നായിരുന്നു സുബിക്ക്. പ്രൊഫഷണലായ സുബിയും വ്യക്തി ജീവിതത്തിലെ സുബിയും നല്ലതാണ് എന്നും രാഹുൽ നേരത്തെ പറഞ്ഞിരുന്നു. സുബിയുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വിവാഹം. കാനഡയിൽ വെച്ചാണ് ഈ രാഹുൽ എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുബി പറഞ്ഞത്. അതിലെന്താ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ലെന്ന് ഞാനും പറഞ്ഞുവെന്നും അമ്മ പറഞ്ഞിരുന്നു. തന്റെ അമ്മയെ വിട്ടു പിരിയാൻ താല്പര്യമില്ലാത്തതിനാലാണ് വിവാഹത്തോട് പലപ്പോഴും താല്പര്യമില്ലാഞ്ഞതെന്ന് സുബി നേരത്തെ പറഞ്ഞിരുന്നു.